നമസ്കാരം. ഉത്തരത്തിലേക്ക് സ്വാഗതം. പി വി അൻവറിന് വലം ചുറ്റി നിൽക്കുകയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം. അൻവർ സി പി എമ്മിനെതിരെ, അതായത് സി പി എമ്മിലെ പുഴുക്കുത്തുകൾക്കെതിരെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. പിണറായി വിജയനെയും മരുമകനെയും എ ഡി ജി പി അജിത് കുമാറിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും വളരെ ശക്തമായിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തില് സി പി എമ്മിന് ഉണ്ടാകുന്ന നഷ്ടം, മലബാറിലെ മുസ്ലിം സമുദായം സി പി എമ്മിൽ നിന്ന് അകന്നു പോകുന്നതാണ് കാണാൻ കഴിയുന്നത്. അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിലുള്ള പല വെളിപ്പെടുത്തലും അതിനോടൊപ്പം നിലമ്പൂരിലും കോഴിക്കോടും നടന്ന വിശദീകരണ യോഗങ്ങളിലൂടെയും സി പി എമ്മിന്റെ അല്ലെന്നുണ്ടെങ്കിൽ സി പി എമ്മിലെ പുഴുക്കുത്തുകളുടെ തനി നിറം അൻവർ വെളിപ്പെടുത്തി എന്നുള്ളതാണ്. മുസ്ലിം സമുദായത്തെ പല തരത്തിലും പ്രീണിപ്പിച്ചു നിർത്താനായിട്ട് പിണറായി വിജയൻ ശ്രമിച്ചു. അത് വളരെ തന്ത്രം നടത്തിയതാണ് പിണറായി വിജയൻ. ലീഗ് ഒരു സമയത്ത് എൽ ഡി എഫിലേക്ക് ചേക്കേറാനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷേ എൽ ഡി എഫിന് പലതരത്തിലും തകർച്ച ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയ ലീഗ് പതുക്കെ അങ്ങ് പിന്മാറുകയാണ് ചെയ്തത്. പക്ഷേ 2024 യു ഡി എഫിന്റെ വിജയം, ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ്, അത് കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ ഇടങ്ങളിലെല്ലാം തന്നെ യു ഡി എഫിന് അനുകൂലമായ ഒരു കാലാവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിയ ലീഗ് യു ഡി എഫിൽ തന്നെ തുടരും എന്ന് മനസ്സിലായപ്പോൾ മുസ്ലിങ്ങളെ മാക്സിമം പ്രീണിപ്പിച്ചുകൊണ്ട് ലീഗിനെ ഏതായാലും ഇപ്പുറത്തെ കരയിൽ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ പിണറായി ഇനി മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. അപ്പോഴാണ് എ ഡി ജി പിയുടെ RSS ബന്ധത്തെക്കുറിച്ചും ബി ജെ പിയുമായിട്ട് പിണറായി വിജയൻ നടത്തുന്ന അന്തർധാരയെ കുറിച്ചുമുള്ള ചിത്രം പുറത്തു വരുന്നത്. അത് ഈ ന്യൂനപക്ഷ സമുദായത്തെ സി പി എമ്മിൽ നിന്ന് അകറ്റുകയാണ് ചെയ്തത്. അത് സി പി എമ്മിന് മലബാർ ഭാഗത്തുണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ നഷ്ടമാണ്. അപ്പോൾ പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കഴിഞ്ഞ ദിവസം നടന്ന പൊതുയോഗത്തിൽ പറയുന്നുണ്ട്, കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് 2026 20 സീറ്റ് വരെ ബി ജെ പി നേടും എന്നുള്ളതാണ്. അങ്ങനെ അൻവറിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം നിൽക്കുന്നത്. പൊതുയോഗങ്ങളിലെ വൻ ജനക്കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരില്ലെന്ന് അണികളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും അൻവറിന്റെ തുടർ നീക്കങ്ങളിൽ ഉൾക്കിടിലവുമായി സി പി എം പാർട്ടിയും ഇടതുമുന്നണിയുമായുള്ള ബന്ധം മുറിച്ചെറിഞ്ഞ് നിരന്തരം വെല്ലുവിളി ഉയർത്തുന്ന അൻവറിനെ സ്വന്തം കൂടാരത്തിലേക്ക് പരോക്ഷമായി ക്ഷണിച്ച് കോൺഗ്രസും മുസ്ലിം ലീഗും സ്വയം തീപ്പന്തമായി മാറുമെന്ന പ്രഖ്യാപനവുമായി മുന്നേറുന്ന അൻവറിനെ ചുറ്റി വലം വയ്ക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ. സ്വന്തം തട്ടകമായ നിലമ്പൂരിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആദ്യ വിശദീകരണ യോഗത്തിൽ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും വെല്ലുവിളിച്ച അൻവർ രണ്ടാമത്തെ പൊതുയോഗത്തിന് കോഴിക്കോട് മുതലക്കുളം വേദിയാക്കിയതും കരുതിക്കൂട്ടി തന്നെയാണ്. നിലമ്പൂരിൽ പലതും വെളിപ്പെടുത്തി കോഴിക്കോട് എത്തിയപ്പോൾ മറ്റു വെളിപ്പെടുത്തലുകളും നടത്തി. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായ മാമി എന്ന ആട്ടൂർ മുഹമ്മദിന്റെ തിരോധാന കേസ് മുക്കിയതിന് പിന്നിൽ എ ഡി ജി പി അജിത് കുമാറാണെന്ന അൻവറിന്റെ ആരോപണം മലബാറിൽ വിഷയം വീണ്ടും ആളിക്കത്തിച്ചു. അൻവറിനോടുള്ള സ്നേഹവായ്പുമായിട്ടാണ് യോഗത്തിൽ മാമിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ എത്തിയത്. മറ്റ് ജില്ലകളിൽ യോഗങ്ങൾ നടത്തുമെന്ന് പറയുന്ന അൻവർ സി പി എം ഇനിയും വെല്ലുവിളിച്ചാൽ മലബാറിലെ 25 പഞ്ചായത്തുകളിലെ ഇടതു ഭരണം വീഴ്ത്തുമെന്ന ഭീഷണിയും മുഴക്കുന്നു. എന്തായാലും അൻവറിന്റെ ഈ വെളിപ്പെടുത്തൽ, അൻവർ ഇത്തരത്തിൽ പല പുഴുക്കുത്തുകളെയും വെളിപ്പെടുത്തലിലൂടെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അത് സി പി എമ്മിന് ഉണ്ടാകാൻ പോകുന്ന വൻ നഷ്ടം തന്നെയാണ്. സി പി എമ്മിൽ മലബാർ ഭാഗത്ത് വോട്ട് ചോർച്ച ഉണ്ടാകും എന്നുള്ളതാണ്. പലതരത്തിലും പല കുതന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ മുസ്ലിം പ്രീണനം നടത്താൻ നോക്കി. അതെല്ലാം തിരിച്ചടിയായി മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും അൻവർ കേരളത്തിൽ പലയിടങ്ങളിലും പ്രതിഷേധ യോഗം നടത്തും. പി വി അൻവറിനെ ഒക്കെ തന്നെ ലാക്കാക്കി ഇരിക്കുകയാണ് ഇപ്പോൾ യു ഡി എഫ്. ഇനിയിപ്പോൾ യു ഡി എഫിലേക്ക് ചേക്കേറുമോ അതോ ബി ജെ പിയുടെ പിന്തുണ പി വി അൻവറിന് ലഭിക്കുമോ? ഇത്തരത്തിലുള്ള
ചർച്ചകളൊക്കെ രാഷ്ട്രീയ കേരളത്തിൽ സജീവമായിട്ട് നടക്കുന്നുണ്ട്. എന്തായാലും അൻവറിനെ ഏതായാലും CPM ഇനിയിപ്പോൾ കൊണ്ട് നടക്കില്ല എന്നുള്ളത് ഉറപ്പായി. പക്ഷേ അവിടെ കൂടിയ ഇനിയും കൂടാൻ പോകുന്ന ജനവും അത് CPM-ന്റെ നെഞ്ചത്ത് കൊള്ളുകയാണ്. അതിനകത്ത് ആ ആൾക്കൂട്ടമെല്ലാം താൽക്കാലികമാണ് എന്നവർ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ അവർക്ക് തീ ഉലയുകയാണ് ചെയ്യുന്നത്. CPM എന്ന് പറയുന്ന പാർട്ടി വേരോട് പിഴുതു വീഴാൻ പോകുന്നു എന്നവർക്ക് തന്നെ മനസ്സിലായി. അത് തന്നെയാണല്ലോ അൻവറും പറഞ്ഞത്. പിണറായി വിജയനിലൂടെ കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നിലംപതിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് കാണാൻ പോകുന്നത്. അതിന്റെ ഈ വേരുകളാണ് ഇപ്പോൾ ഇളകി തുടങ്ങിയിരിക്കുന്നത്. ആ പുഴുക്കുത്തുകളാണ് ഇവിടെ പാർട്ടിക്ക് തലവേദനയും കേരളത്തിന് തലവേദനയുമായി മാറിയിരിക്കുന്നത്. ഇനി എന്തായിരിക്കും രാഷ്ട്രീയ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.